സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസ് വേഷം കെട്ടുന്നത് അമേരിക്ക എന്ന വൻ ശക്തിയാണ്. മാത്രമല്ല ലോകത്തിന്റെ പോളിസികൾ നിർണ്ണയിക്കുന്നതും അമേരിക്കയാണ്. ചുരുക്കം പറഞ്ഞാൽ ലോകത്തെ സഹായിക്കുന്നതും ഇല്ലാതാക്കുന്നതുമെല്ലാം അമേരിക്കയാണെന്ന് പറയാം. എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ യഥാർത്ഥത്തിൽ അമേരിക്കക്കാർക്ക് പോലും വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അധികാരത്തിലേറിയതോടെ ട്രംപ് സ്ഥിരബുദ്ധി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന ആക്ഷേപവും അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം കൂടെ ട്രംപിന് പൂർണ്ണ പിന്തുണയുമായി ലോകത്തിലെ തന്നെ ശതകോടീശ്വരനായ എലോൺ മസ്കും ട്രംപിനൊപ്പം നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് തന്റെ ഈ നടപടികളെല്ലാം കൈക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ എടുത്തുചാട്ടം വലിയ ഭീഷണികളാണ് അമേരിക്കയ്ക്ക് തന്നെ ഉയർത്തുന്നത്. ട്രംപിന്റെ പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിന് ഭീഷണിയും അതുപോലെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് സൃഷ്ടിക്കുന്നത്. ട്രംപിന്റെ വ്യാപാര ബന്ധത്തിന്റെ അടിത്തറ എന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം നികുതിരഹിതമായി കയറ്റുമതി ചെയ്യാൻ അനുവദിക്കണമെന്നതാണ്. നിലനിൽക്കുന്ന ഓരോ രാജ്യത്തിന്റെയും നികുതി വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയാണ് ട്രംപ്. മാത്രമല്ല രാജ്യത്തെ ഭരണഘടനയും നിയമനിർമ്മാണത്തെയുമെല്ലാം ട്രംപ് തന്റെ അധികാരം ഉപയോഗിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഓരോ രാജ്യങ്ങൾക്കും ട്രംപ് തിരിച്ചടി കൊടുക്കുമ്പോൾ രാജ്യങ്ങൾ ഓരോന്നായി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ഉൾപ്പെട്ട മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കും 25% നികുതി ഏർപ്പെടുത്തുകയുണ്ടായി. കൂടാതെ യൂറോപ്യൻ യൂണിയൻ 20% താരിഫാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൈനയായിരുന്നു അമേരിക്കയ്ക്കെതിരെ ആദ്യം തിരിച്ചടിച്ചത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന താരിഫ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം ഇന്ത്യയും താരിഫ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്ത് വരികയുണ്ടായി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധത്തിന് കാരണമാകുവാൻ ഇതിടയാക്കിയേക്കാം. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം അമേരിക്കയ്ക്കെതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതുമൂലം ഇന്ത്യക്കും ഉണ്ടാകും. എല്ലാ അർത്ഥത്തിലും പ്രവചനാതീതമാണ് ട്രംപിന്റെ ഓരോ പ്രവർത്തനങ്ങളും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന അവസ്ഥയാണ് ട്രംപിന് ഇപ്പോൾ ഉള്ളത്. അധികാരത്തിലേറിയതോടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നത്. അതിനുള്ള കാര്യമായ ശ്രമങ്ങളും ട്രംപ് നടത്തിയിരുന്നു. എന്നാൽ യുക്രൈനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് റഷ്യയുമായി മാത്രം ചർച്ച നടത്തുന്ന നടപടിയായിരുന്നു ട്രംപ് കൈക്കൊണ്ടിരുന്നത്. ട്രംപിന്റെ ഈ നടപടിക്ക് യഥാർത്ഥത്തിൽ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. മാത്രമല്ല യുക്രൈനെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ $500 ബില്യൺ അമേരിക്കൻ ഡോളർ ആവശ്യപ്പെട്ടുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചാക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത്. പുടിനും ട്രംപുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന അമേരിക്കൻ യൂറോപ്യൻ ബന്ധം മറന്നുകൊണ്ട് യുക്രൈനെയും നാറ്റോയെയും ഒക്കെ ചതിക്കുകയായിരുന്നു ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് സമാധാന കരാറിൽ ഒപ്പിട്ട യുക്രൈനുമായി ഒരു കരാറിനില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വെളിപ്പെടുത്തുന്നത്. ഇതിന് പിന്നിലെ കാരണമായി പുടിൻ വെളിപ്പെടുത്തുന്നത് അമേരിക്ക യുക്രൈനിൽ നിന്നും പിൻവാങ്ങിയത് കൊണ്ട് യുക്രൈന് ആയുധങ്ങളൊന്നും തന്നെ കിട്ടാത്ത സാഹചര്യത്തിൽ റഷ്യ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ടെന്നാണ്. യുക്രൈൻ സൈന്യം പിടിച്ചെടുത്ത പല പ്രദേശങ്ങളും റഷ്യ ഇപ്പോൾ തിരിച്ചു പിടിക്കുകയാണ്. അതിനാൽ മുന്നോട്ട് യുദ്ധം പോയാൽ യുക്രൈനെ മുഴുവനായി റഷ്യക്ക് പിടിച്ചെടുക്കാൻ കഴിയും. വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വെറും 5 പ്രവേശികൾ മാത്രമായിരിക്കും റഷ്യക്ക് കിട്ടുക. വെടിനിർത്തൽ നടപ്പിലാകാതെ പോയാൽ യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാമെന്നാണ് പുടിൻ വിചാരിക്കുന്നത്. റഷ്യയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ റഷ്യയുടെ ഈ നിലപാട് തിരിച്ചടിയായിരിക്കുന്നത് ട്രംപിനാണ്. 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ റഷ്യ അംഗീകരിക്കണമെന്നും ഇല്ലെങ്കിൽ റഷ്യക്ക് വൻ തിരിച്ചടി തരുമെന്നുമുള്ള ഭീഷണിയാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്നത്. അമേരിക്കയുടെ നിലപാടനുസരിച്ച് നീങ്ങണമെന്നാണ് ട്രംപിന്റെ തീരുമാനം. റഷ്യയ്ക്കൊപ്പം നിന്നതുകൊണ്ട് ഒരിക്കലും തോന്നിയതുപോലെ നിലപാടുകൾ കൈക്കൊള്ളാൻ കഴിയില്ല എന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ റഷ്യക്ക് വൻ തിരിച്ചടിയായിരിക്കും നൽകുകയെന്നും ട്രംപ് ഭീഷണി ഉയർത്തുകയും ചെയ്തു. ഇത്രയും കാലം സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഇനി പുടിന് നേരെ ഭീഷണി ഉയർത്തേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അമേരിക്കയുടെ സമാധാന കരാർ അംഗീകരിക്കണം, അത് ഒരിക്കലും റഷ്യക്കെതിരല്ല, മറിച്ച് അനുകൂലമാണ്. അതിനാൽ ഇവർ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈനൊപ്പം നിന്ന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അമേരിക്ക ഒരുങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതുവരെ രഹസ്യമായി യുക്രൈനെ സഹായിച്ച അമേരിക്ക ഇനി ആ സഹായം പരസ്യമാക്കും. ഈ യുദ്ധങ്ങളെല്ലാം ഇനി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ വീക്ഷിക്കുന്നത്.